ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥിരീകരണം ഔദ്യോഗികമായി ഉണ്ടാകുകയാണ്. നമുക്കറിയാം, പുൽവാമയിലെ ഭീകരാക്രമണമാണെങ്കിലും അടുത്തിടെ പഹൽഗാമിൽ നടത്തിയിട്ടുള്ള ഭീകരാക്രമണമാണെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ജിഹാദി സംഘടനയാണ്, ജെയ്ഷെ മുഹമ്മദാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥിരീകരണം ഇപ്പോൾ ഔദ്യോഗികമായി ഉണ്ടാകുന്നു. ശ്രീകാന്ത്, ചെങ്കോട്ടയിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഇസ്ലാമിക ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ആണെന്ന സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഈ ചാവേർ ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ കേന്ദ്ര ഏജൻസികൾ സംശയിച്ച സംഘടനകളിൽ ഒന്നാണ് ജെയ്ഷെ മുഹമ്മദ്. ഈ ജെയ്ഷെ മുഹമ്മദ് നമുക്കറിയാം, മസൂദ് അസർ എന്ന കൊടും ഭീകരൻ രൂപീകരിച്ച ഭീകര സംഘടനയാണ്. ഭാരതത്തിൽ ഏതാണ്ട് 1990കളുടെ ആദ്യം മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള പല ഭീകരാക്രമണങ്ങളുടെയും പ്രധാന സൂത്രധാരൻ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനും ഇസ്ലാമിക മതപണ്ഡിതനുമായിട്ടുള്ള ഈ മസൂദ് അസറാണ്. ആ മസൂദ് അസർ രൂപീകരിച്ച ജെയ്ഷെ മുഹമ്മദാണ് ഇന്നലെ ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ എന്ന സ്ഥിരീകരണത്തിലേക്ക് ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തുകയാണ്. 2000-ൽ ഇതേ റെഡ് ഫോർട്ടിൽ ഭീകരാക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു. 2001-ലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2002-ലെ അമർനാഥ് തീർത്ഥാടകർക്ക് നേരെ നടന്ന ആക്രമണം, 2005-ലെ ഡൽഹി സ്ഫോടനം, 2008-ലെ മുംബൈ സ്ഫോടനം, 2016-ലെ ഉറി ഭീകരാക്രമണം, 2019-ലെ പുൽവാമ ഭീകരാക്രമണം, 2025 ഏപ്രിൽ മാസത്തിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണം, ഇതെല്ലാം നടത്തിയത് ഈ കൊടും ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദാണ്. ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിനെ ഒരു പ്രത്യേക ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന അതിതീവ്ര മുസ്ലിം ഭീകര സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. അവർ തന്നെയാണ് ചെങ്കോട്ടയിൽ 9 ഭാരതീയരുടെ ജീവനെടുത്ത ഇന്നലത്തെ സ്ഫോടനത്തിന് പിന്നിൽ എന്ന സ്ഥിരീകരണമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ കേന്ദ്രീകൃത ഇസ്ലാമിക ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദാണ് ഇന്നലെ നടന്ന സ്ഫോടനത്തിന്റെയും പിന്നിൽ എന്ന സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ വരികയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ജെയ്ഷെ മുഹമ്മദ് ഈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരകന്മാരാണെന്ന് വ്യക്തമാകുന്നു. ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസണും ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്തും ചേരും. ആദ്യം ഐസണിലേക്ക് പോകുകയാണ്. ഐസൺ, നമ്മൾ നേരത്തെ കരുതിയതുപോലെ തന്നെയാണ് ഈ ഭീകരാക്രമണവും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരിക്കുന്നത് ഈ മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് പഹൽഗാമിന് ശേഷം ഭാരതം നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം, നമുക്കറിയാമല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ ഇവരുടെ ആസ്ഥാനത്താണ് ഭാരതത്തിന്റെ പ്രത്യാക്രമണം നടന്നത്. മസൂദ് അസർ ഉൾപ്പെടെയുള്ളവന്മാർ ഓടി ഒളിക്കുകയായിരുന്നു ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ. അപ്പോൾ അതിന് ഒരു തിരിച്ചടി എന്ന നിലയിലാണോ ചെങ്കോട്ടയിൽ ഇത്തരം ഒരു ആക്രമണം ഈ ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്തത്? ആ നിലയിൽ നോക്കിക്കാണണോ ഐസൺ? തീർച്ചയായും ഗൗതം, ജെയ്ഷെ മുഹമ്മദാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ സ്ഥിരീകരണം തന്നെയാണ് തീർച്ചയായും ഈ ആക്രമണത്തിൻ്റെ ഒരു ശൈലിയും ആക്രമണത്തിൻ്റെ ശൈലിക്ക് ആക്രമണം നടത്തുന്നതിന് കാരണമായ സാഹചര്യവും പരിശോധിക്കുമ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് പ്രാഥമികമായി തന്നെ നിരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇപ്പോൾ കുറേ കൂടി വ്യക്തമായ സ്ഥിരീകരണങ്ങൾ വന്നിരിക്കുന്നു. ഇതിൽ പിടിയിലായവരുടെ അല്ലെങ്കിൽ ഇവരെ കസ്റ്റഡിയിലെടുത്തവരിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് വിരൽ ചൂണ്ടുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരന്മാരിലേക്കാണ്. നമുക്കറിയാവുന്നതാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഒരു 10-15 ദിവസത്തിനിടയിൽ പല തവണയാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരർ അല്ലെങ്കിൽ നേതാക്കന്മാർ അല്ലെങ്കിൽ മസൂദ് അസർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ ഭാരതത്തിനെതിരായ യുദ്ധം നടത്തണം അല്ലെങ്കിൽ ഭാരതത്തിനെതിരെയുള്ള ജിഹാദ് മാറ്റിവെച്ചിട്ടില്ല, ജിഹാദ് തുടരുക തന്നെയാണ് എന്ന ഭീഷണികളൊക്കെ ഉയർത്തിയത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 30-നാണ് അത്തരത്തിൽ അവസാനമായൊരു ഭീഷണി പുറത്തു വന്നത്. ഇന്നലെ അത് വാർത്തകളിലെല്ലാം ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഭാരതത്തിനെതിരെ പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് പാകിസ്ഥാൻ്റെ സുരക്ഷിത താവളങ്ങൾ മാറി ബംഗ്ലാദേശിൻ്റെ സുരക്ഷിത താവളങ്ങൾ പോലും കണ്ടെത്തി ആക്രമണങ്ങൾ നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് അന്ന് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരരെല്ലാം തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അത്തരത്തിലൊരു പരസ്യ പ്രഖ്യാപനം നടന്നതിന് ശേഷം നടന്ന ഒരു സംഭവം അല്ലെങ്കിൽ ആ പരസ്യ പ്രഖ്യാപനം നടന്നതിന് ആ ദിവസങ്ങളിൽ നടന്ന ഒരു റെയ്ഡിൽ ഇത്തരത്തിൽ വലിയ തോതിൽ എക്സ്പ്ലോസീവ്സ് കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ഫരീദാബാദിൽ ഇത്തരത്തിൽ അമോണിയം നൈട്രേറ്റ് കണ്ടെത്തുന്നു. ആ അമോണിയം നൈട്രേറ്റിൻ്റെ ഒരു ഭാഗം തന്നെ അല്ലെങ്കിൽ അമോണിയം നൈട്രേറ്റ് തന്നെ കൃത്യമായി ഉപയോഗിച്ച് റെഡ് ഫോർട്ടിന് മുന്നിൽ ഒരു സ്ഫോടനം നടക്കുന്നു. ഇത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ അതിന് പിന്നിൽ നടന്നിരിക്കുന്ന ഒരു ആസൂത്രണം കൃത്യമായും ജെയ്ഷെ മുഹമ്മദിൻ്റേത് തന്നെയാണ്. മറ്റൊരു പ്രധാന
പ്രധാന വിഷയം നേരത്തെ ഗൗതം സൂചിപ്പിച്ചത് തന്നെയാണ്. പെഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം ജെയ്ഷെ മുഹമ്മദിൻ്റെ താവളങ്ങളിൽ വൻതോതിൽ ആക്രമണം നടത്തുകയും 9ഓളം കേന്ദ്രങ്ങൾ തകർത്ത കൂട്ടത്തിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ എല്ലാ താവളങ്ങളും തകരുകയും ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ രക്തബന്ധുക്കളെല്ലാം തന്നെ കൂട്ടത്തോടെ കൊലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യുക, ഇത് പ്രതികാരം ചെയ്തേ പറ്റൂ എന്ന നിലപാടുകളെല്ലാം തന്നെ മസൂദ് അസറിൻ്റെ വാക്കുകളിൽ നിന്നും അന്ന് തന്നെ വ്യക്തമായിരുന്നു. മസൂദ് അസർ തന്നെ പലതവണ അത് അവരുടെ സ്ത്രീ വിഭാഗം, അതായത് ഭീകരപ്രവർത്തനങ്ങൾക്ക് വനിതകൾ ഉപയോഗിക്കുന്നതിനുള്ളൊരു പ്രത്യേക സംവിധാനം ഒരുക്കുന്ന ആ വേളയിലുമെല്ലാം തന്നെ പരസ്യമായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഈ നിലപാടുകൾ, അത്തരത്തിലുള്ള ഈ ഭീകരവാദികളുടെ നിലപാടുകൾ കൃത്യമായി പുറത്തു വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നതിന് പിന്നാലെ ഈ സംഭവം ഉണ്ടാകുന്നതും അതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങൾ ഫരീദാബാദിൽ ഈ തരത്തിലുള്ള വൻതോതിൽ ഈ അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തു പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായപ്പോൾ കൃത്യമായും ഇത് ജെയ്ഷെ മുഹമ്മദിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ളത് എന്ന് പ്രാഥമികമായും അല്ലെങ്കിൽ ഒരു പരിധിവരെ സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്.